രാത്രി മുഴുവൻ പട്ടിയെ പോലെ പണിയെടുത്ത് രാവിലെ പൂത്തിനെ പോലെ കടന്നുറങ്ങുന്ന ഒരു ഐറ്റാണ് ഞാൻ എന്ന് വെച്ചാൽ ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ല. പക്ഷെ ചില സമയങ്ങളിൽ ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആവാറുണ്ട്. ഫോർ എക്സാമ്പിൾ എന്റെ ബർത്ത്ഡേയുടെ അന്ന്, ടൂറിന് പോകണമെന്ന്, അങ്ങനെ അതേപോലെ ഞാൻ മോർണിംഗ് പേഴ്സൺ ആവണ വേറൊരു ടൈമാണ് ദേ ഈ ഓണക്കാലം. എന്തായാലും 2026 ആയി എന്ന് പറഞ്ഞ് കണ്ണടച്ച് തുറക്കണതിന് മുമ്പേ ദേ തിരുവോണമാണ് മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഇത്ര പെട്ടെന്ന സമയം പോണത് അല്ലേ. 2025 ഓണം ദേ ഇപ്പോഴും എന്റെ കൺമുമ്പിൽ നിൽക്കുക. കൺമുമ്പിൽ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ആ ഓണം ഒട്ടും അടിപൊളിയായിരുന്നില്ല. കാരണം ഉത്രാടത്തിന്റെ അന്ന് ആദിക്ക് ചിക്കൻ ബോക്സ് പിടിച്ചു. തിരുവോണത്തിന്റെ അന്ന് എല്ലാ കൊല്ലം ഞങ്ങളുടെ വീട്ടിൽ വിരുന്നാരുണ്ടാവാറുണ്ട്. പക്ഷെ കഴിഞ്ഞ കൊല്ലം ആദിക്ക് ചിക്കൻ ബോക്സ് പിടിച്ചോണ്ട് എന്നെ ക്ഷണിച്ചവരൊക്കെ വിളിച്ചിട്ട് വരണ്ടാട്ടോ എന്ന് പറയേണ്ടി വന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് എന്താ കഴിഞ്ഞ കൊല്ലം നേരച്ചു പേര് സത്യം പോലും ഓണത്തിന് കിട്ടിയില്ല. കഴിഞ്ഞ കൊല്ലത്തെ പോലെ ഒരു ശോക ഓണം ആവരുത് പ്രാവശ്യം എന്നുള്ള ഒരു ആഗ്രഹം മാത്രം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ നീറ്റതേ പൂക്കളം ഇടാൻ വേണ്ടി ഈ പൂ പറിക്കുന്നത് വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ തേടാ ഒരു മഴയും കൂടെ പെയ്യാൻ തുടങ്ങി. പൂക്കളൊക്കെ പറിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം, അപ്പോഴേക്കും മഴ തോരുന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ മഴ നിന്നില്ലടാ. അത് മാത്രല്ല ഞങ്ങളുടെ പൂക്കളിടാനുള്ള തറയെ ഒലിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, മഴ കൊള്ളാത്തോടത്ത് ഇങ്ങനെ മണ്ണ് തേച്ച് സെറ്റാക്കി പൂക്കളിടാൻ വേണ്ടി തുടങ്ങി. ഈ പൂക്കളൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടായതാടാ. ഇപ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ കുറേ പൂക്കളുണ്ടായിരുന്നു. അതും കുറെ കളേഴ്സിലുണ്ടായിരുന്നു. പൊതുവെ ഞങ്ങൾ പൂക്കളിടാൻ പുറത്തൊന്നും പോകുന്നു വാങ്ങിക്കാറില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പൂക്കൾ മുറിച്ചിട്ടും പൂക്കളം ഇടാറില്ല. അതെ ഇങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ പൂക്കളം ഇടാറ്. അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ സദ്യയില് എനിക്ക് 2 ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്യൂട്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാൻ വേണ്ടി ഞാൻ തുടങ്ങി. പൈനാപ്പിൾ പച്ചടിയും അതേപോലെ തന്നെ മാങ്ങാ പച്ചടിയാണ് എനിക്കുള്ള ഡ്യൂട്ടി. ബാക്കി മെയിൻ കുക്കിംഗ് ഒക്കെ അമ്മായിമാരാണ് ചെയ്യുക. അതിലൊന്നും നമ്മൾ കൈയെടുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ സൈഡ് സാധനങ്ങൾ മാത്രം ചെയ്താൽ മതി. അങ്ങനെ നല്ലൊരു അടിപൊളി സദ്യ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കഴിച്ചു. പിന്നെ ഇങ്ങനെ നല്ല ദിവസങ്ങളിൽ ഇലയൊക്കെ ഇട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ അരിയും പൂവൊക്കെ ഇട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളത് അച്ചമ്മയ്ക്ക് നിർബന്ധമാണ്. അപ്പൊ നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടോ. അപ്പൊ അത്രയുള്ള ബൈ ബൈ, സീ യു.